തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ലാഭിക്കാൻ ഇനി ചെരുപ്പ് തേച്ചു തീർക്കേണ്ടെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കെ-സ്മാർട്ട് വഴി ഒറ്റക്ലിക്കിൽ വീട്ടിലിരുന്ന് തന്നെ പൊതുജനങ്ങൾക്ക് അപേക്ഷകൾ നൽകാം. അപേക്ഷകളും അനുമതികളും ഓൺലൈൻ വഴി ആയതിനാൽ കൈക്കൂലി വാങ്ങാനുള്ള സാധ്യത അടഞ്ഞെന്നും തദ്ദേശ മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, നഗരസഭകളൊക്കെ ഇനി പേപ്പർലെസ് ആവുകയാണ്. എല്ലാം ഫയൽ സംവിധാനത്തിലേക്ക് മാറുന്ന പദ്ധതി കെ-സ്മാർട്ട് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അതിനെപ്പറ്റി തദ്ദേശ മന്ത്രി എം.ബി. രാജേഷ് തന്നെ റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നുണ്ട്. ഏത് തരത്തിലാണ് പൊതുജനങ്ങൾക്ക്, സാധാരണക്കാരെ ഇത് ബാധിക്കുന്നത്? എങ്ങനെയൊക്കെ അതിനെ ഉപയോഗപ്പെടുത്താം? ഇത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ തേടുന്ന ജനങ്ങളെ സംബന്ധിച്ചും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ്. സേവനങ്ങൾക്ക് കാലതാമസം ഉണ്ടാവുന്നു, വൈകുന്നു, ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തു എന്നൊക്കെയുള്ള പരാതികൾക്ക് ഇനി അവസാനമാവുകയാണ്. ഇനി ഏത് സേവനവും വിരൽത്തുമ്പിൽ ലഭിക്കുന്നു. കെ-സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയർ, അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് വരുന്നതോടുകൂടി ഇനി ഒരു തദ്ദേശ സേവനത്തിനും ഓഫീസിൽ പോകേണ്ട കാര്യമേ ഇല്ല. സമയലാഭം, പൈസ ലാഭം, കൈക്കൂലി ചോദിക്കാൻ പറ്റില്ല. കാരണം ആൾ വരുന്നില്ലല്ലോ. നേരിട്ട് ആൾ വരേണ്ടി വരുമ്പോഴല്ലേ കൈക്കൂലി ചോദിക്കാൻ പറ്റുന്നത്. ഇപ്പോഴും ഡിജിറ്റൽ സാക്ഷരതയൊക്കെ നേടിയെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അവരെയൊക്കെ എങ്ങനെയാണ് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളിപ്പോൾ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നുണ്ട്. എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. അപ്പോൾ അവിടെ വരുന്ന ഏതൊരാൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള സഹായം കിട്ടും. ചുരുക്കത്തിൽ ഇന്ന് മുതൽ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും പഞ്ചായത്തിൽ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 1 മുതലാണ്. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇന്ന് മുതൽ ആളുകൾ പേപ്പറുമായി വരേണ്ടതില്ല, വീട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാം. തീർച്ചയായും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കേരളത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും സേവനങ്ങൾ ഓൺലൈനായി നിങ്ങൾക്ക് നേടാം. അതിന് നേരിട്ട് മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങേണ്ട കാര്യമില്ല. കടലാസിൽ അപേക്ഷയുമായിട്ട് ചെല്ലേണ്ട കാര്യമില്ല. സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേയാന്ന് പറയാം. അങ്ങനെ ഒരു അവസ്ഥ ഇനിയില്ല. ചെരുപ്പ് തേയില്ല.